കരളിന്റെ സ്ഥാനത്തു കരിങ്കല്ലായിരുന്നെങ്കിൽ കരയാതിരിക്കാൻ കഴിഞ്ഞേനെ. ഹരിതഭംഗി ഹരം പിടിപ്പിക്കുന്ന ഗിരിശ്രേണിയുടെ നെറുകയിൽ കളപച്ചാർത്തണിഞ്ഞ മനോജ്ഞാംഗിയെപ്പോലെ ഹർഷമുളകിതയായി അധ്വാനവർഗത്തിന്റെ സർഗസംഗീതം അലയടിച്ചുയർന്ന വയനാട് മുണ്ടക്കൈ. പട്ടിണിയോടും പരിവട്ടങ്ങളോടും പടവെട്ടി പരാജയങ്ങളെ തൃണവൽഗണിച്ച് വിജയത്തിന്റെ പടവുകൾ കയറി മണ്ണിൽ നിന്നും പൊന്നു വിളയിച്ച് അധ്വാന ഫലം കൊണ്ട് പട്ടിണി അകറ്റി ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ സഹോദരങ്ങളായി സമഭാവനയോടെ സമാധാനത്തോടെ ജീവിതം നയിച്ച ജനസമൂഹം അധിവസിച്ച മുണ്ടക്കൈയിൽ അന്ന് മഴമാവിനിയിൽ അതിതീവ്ര മഴ രേഖപ്പെടുത്തി. ചക്രവാത ചുഴിയിൽ ശമനമില്ലാതെ തോരാമഴ പെരുമഴയായി പേമാരിയായി പെയ്തിറങ്ങി. മനുഷ്യ മനസ്സാക്ഷിയെ വിറങ്ങലിപ്പിച്ചുകൊണ്ട്, ഭീതിപ്പെടുത്തിക്കൊണ്ട്, ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട്, നിശയുടെ നിശബ്ദതയിൽ അഷ്ടദിക്കുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട്, അണ്ടകടാകത്തെ വിറകൊള്ളിച്ചുകൊണ്ട്, ഹൂങ്കാര ശബ്ദത്തോടെ മേഘവിസ്ഫോടനത്തിൽ ഭൂമി പിളർന്ന് ഉരുൾപൊട്ടി. അതിഭീകരമായ പെരുവെള്ളപ്പാച്ചിൽ കല്ലും മണ്ണും വലിയ പാറകളും സർവ്വതും തകർത്ത് തരിപ്പണമാക്കി. മരങ്ങൾ കടപുഴകി ഒഴുകി. വീടുകൾ, ആതുരാലയങ്ങൾ, ആത്മീയാലയങ്ങൾ, വിദ്യാലയങ്ങൾ, കടകമ്പോളങ്ങൾ, ടൗണുകൾ എല്ലാം മലവെള്ളപ്പാച്ചിലിൽ നാമാവശേഷമായി. പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും ഒരുപാട് 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 മനുഷ്യർ, കർഷകർ, തൊഴിലാളികൾ, സാധാരണക്കാർ, കുട്ടികൾ, വിദ്യാർത്ഥികൾ, യുവാക്കൾ, യുവതികൾ, മുത്തശ്ശന്മാർ, മുത്തശ്ശിമാർ തുടങ്ങി എണ്ണമറ്റ മനുഷ്യർ ആ മൺകൂനകളിൽ അപ്രത്യക്ഷമായി. തുടർന്ന് കണ്ടെത്തിയ മൃതശരീരങ്ങളും മാംസപിണ്ഡങ്ങളും പൊതു ശ്മശാനത്തിൽ സംസ്കരിച്ചു. വീട്ടിൽ ഉറങ്ങാൻ കിടന്നവർ ഒരിക്കലും ഉണരാത്ത മരണമെന്ന മഹാനിദ്രയിൽ ആണ്ട് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥനയോടെ ശിരസ് നമിക്കാം. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് അംഗഭംഗം വന്ന വലിയ പ്രകൃതി ദുരന്തത്തിന്റെ നേർ കാഴ്ചകളായി, ബാക്കി പത്രങ്ങളായി, ജീവശവങ്ങളായ ആ മനുഷ്യർക്ക് പുതുജീവിതം നയിക്കാൻ അവർക്ക് താങ്ങും തണലുമാകാം എന്ന് ആഹ്വാനം ചെയ്യുന്നതിനോടൊപ്പം, പ്രിയമുള്ള കൈരളി നിവാസികളെ, നാം ഒരുമിച്ച് ഇന്ന് കൈരളിയിൽ ഓണക്കാഴ്ച 2024 ഈ തിരുവോണ നാളിൽ ഇവിടെ ആഘോഷിക്കുമ്പോൾ നമുക്ക് മുൻപേ നമ്മൾ എങ്ങനെ ഓണം ആഘോഷിക്കണം എന്ന് വഴി കാണിച്ചു തന്ന കുറേയധികം ആളുകൾ ഒരുപാട് 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 വേദനകൾ സമ്മാനിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടും ആ വേദനകളെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് നമ്മെ വിട്ട് മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളെ സ്മരിച്ച് നമുക്ക് ഒരു തിരിഞ്ഞുനോട്ടമാവാം. നമ്മുടെ കൈരളി നിവാസികളായിരുന്നു, ഉറ്റവരും പ്രിയപ്പെട്ടവരുമായിരുന്നു, നമ്മെ വിട്ടുപിരിഞ്ഞു എന്നാൽ പിരിയാത്ത നിറസാന്നിധ്യമായി ഇന്നും നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന, പാളം മുറിഞ്ഞു മറിഞ്ഞൊരു വണ്ടിയായി താളം തകർന്നു ഞരങ്ങുന്നു ജീവിതം. പച്ചക്കിനാക്കൾ പാതിയും മരിച്ചുപോയി, മിച്ചം ചതഞ്ഞു മടുത്തും വിതുമ്പുന്ന നമ്മെ വിട്ടുപിരിഞ്ഞവരുടെ സ്മരണയിൽ നോവുകളുടെ അർത്ഥം തിരയുകയാണ് നമ്മൾ. ശ്രീ ശശി ചെമ്പൻകുഴി 4/2/2007 നമ്മെ വിട്ടുപിരിഞ്ഞു. ശ്രീ പി.ടി. ടോമിച്ചൻ പാലക്കത്തടത്ത് 5/5/2008 നമ്മെ വിട്ടുപിരിഞ്ഞു. ശ്രീമതി ലക്ഷ്മിക്കുട്ടിയമ്മ കട്ടമ്മ പറോലിക്കൽ 10/7/2009 നമ്മെ വിട്ടുപിരിഞ്ഞു. ഉള്ളുനുറുങ്ങുന്ന വേദനകളായി വേർപാടുകൾ. 2007, 2008, 2009 ഓരോ വർഷങ്ങളിലും ഓരോ വേർപാടുകൾ. ശ്രീ പി.എസ്. രാജപ്പൻ പറോലിക്കൽ 10/1/2013 നമ്മെ വിട്ടുപിരിഞ്ഞു. ശ്രീ മനു എസ് നായർ 6/4/2016 നമ്മെ വിട്ടുപിരിഞ്ഞു.
ശ്രീമതി തങ്കമ്മ പാലക്കത്തറ അമ്മായി 20/8/2017 നമ്മെ വിട്ടുപിരിയും. ശ്രീമതി അന്നമ്മ മാധവൻ കൊല്ലകുന്ന് 19/6/2019 നമ്മെ വിട്ടുപിരിയും. ഉള്ളുനുടുങ്ങുന്ന വേദനകളായി വേർപാട്. ശ്രീമതി പെണ്ണമ്മ കുട്ടായി പതിക്കൽ 28/7/2019 നമ്മെ വിട്ടുപിരിയും. ശ്രീ എം എ വിജയൻ ഒഴാങ്ക 9/8/2019 നിര്യാതനായി. ശ്രീമതി പൊന്നമ്മ പ്രഭാകരൻ പാറപ്പറമ്പ് 31/8/2019 നിര്യാതയായി. ശ്രീ ശെൽവരാജ കാട്ടുവിളയിൽ 24/5/2021 നമ്മെ വിട്ടുപിരിയും. ശ്രീ പി കെ പൊന്നച്ചൻ പാലക്കത്തറ 25/6/2021 നിര്യാതനായി. ശ്രീ കുഞ്ഞുമോൻ പാപ്പി പുതുപ്പറമ്പിൽ 9/7/2021 നമ്മെ വിട്ടുപിരിയും. ശ്രീ ജോസഫ് കുഞ്ഞേട്ടൻ വാതൽ 22/3/2022 നിര്യാതനായി. ശ്രീ പ്രസാദ് അരീക്കൽ 10/6/2024 നമ്മെ വിട്ടുപിരിയും. പ്രിയമുള്ളവരെ, നമുക്ക് മുത്തശ്ശനായി, മുത്തശ്ശിയായി, അച്ഛനമ്മമാരായി, ജ്യേഷ്ഠാനുജന്മാരായി, രക്തത്തിന് രക്തവും മാംസത്തിന് മാംസവുമായിരുന്നു നമ്മെ വിട്ടുപിരിഞ്ഞ് അനശ്വരതയിൽ ശുഭ്രനക്ഷത്രങ്ങളായി പ്രോജ്വലിച്ചു നിൽക്കുന്ന ഉറ്റവരുടെ തപിക്കുന്ന ദീപ്ത സ്മരണയ്ക്ക് മുൻപിൽ ഒരിക്കലും മരിക്കാത്ത സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. നാടാണെങ്കിലും വീടാണെങ്കിലും നാഥൻ പോയാൽ ആര് നയിക്കും എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടോ? ഉത്തരമുണ്ട്. അത് കാലം കരുതി വയ്ക്കും. മരണം മാത്രമല്ല, ഇവിടെ ജനനവും ഉണ്ടല്ലോ. ഇന്നലെ മാർഗം കാണിച്ചവർ മൺമറഞ്ഞു പോയപ്പോൾ ഇന്നിന്റെ തലമുറ ഇന്നിന്റെ ദൗത്യം ഏറ്റെടുത്തു. കൈരളി ഓണക്കാഴ്ച 2024 ഓണാഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷിജോ പി കുട്ടാച്ചി പാറപ്പറമ്പ്, സെക്രട്ടറി ശ്രീ അനീഷ് ചെമ്പൻകുഴി, ട്രഷറർ ശ്രീ അരുൺ അപ്പുക്കുട്ടൻ പാലക്കാത്തടത്തിൽ എന്നിവരും ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മുടെ ഇവിടുത്തെ യുവതലമുറ ഉൾപ്പെടുന്ന 45ഓളം വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ഓണക്കാഴ്ച 2024 പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. നാളത്തെ ദൗത്യം നാളത്തെ തലമുറയ്ക്ക് കാലം ഏൽപ്പിച്ച ദൗത്യം പോലെ ഈ വർഷത്തെ കൈരളിയുടെ ഓണക്കാഴ്ച വിജയിപ്പിക്കുവാൻ രാപ്പകൽ വ്യത്യാസമില്ലാതെ കഷ്ടപ്പെടുന്ന ഈ സംഘാടക സമിതിക്ക് ബഹുജനങ്ങളുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നതിനോടൊപ്പം ഇന്നലകളിൽ നിങ്ങൾ നൽകിയ സഹായ സഹകരണങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. കള്ളവും ചതിയും കള്ളപ്പറയും ചെറുതാഴിയുമില്ലാതെ അസുര ചക്രവർത്തി മഹാബലി തിരുമനസ് നാടുവാണിരുന്നു. ഉദിച്ചസ്തമിച്ച ആ നല്ല കാലത്തിന്റെ സ്മരണകളുമായി തിരുവോണം സമാഗതമാവുകയാണ്. ഏവർക്കും തിരുവോണത്തിന്റെ മംഗളാശംസകൾ നേരുന്നു. വൈവിധ്യമാർന്ന ഒട്ടനവധി പരിപാടികളുമായി, ആഘോഷങ്ങളുടെ അവിസ്മരണീയ മുഹൂർത്തങ്ങളുമായി, ആസ്വാദനത്തിന്റെ അഭൗമലഹരിയിൽ ആറാടുവാൻ കൈരളി ഓണക്കാഴ്ച 2024 ഏവർക്കും സ്വാഗതം.